ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ നാടൻ പാവയ്ക്ക തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് നമ്മുടെ തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നാടൻ പാവയ്ക്ക തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു പാവയ്ക്കയാണ്. ആദ്യം നമുക്കിതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. പൊടിയായിട്ട് കൊത്തിയരിക. അപ്പോൾ എന്താ നമ്മുടെ പാവയ്ക്കയെല്ലാം അരിഞ്ഞെടുത്തു. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ തോരന് ആവശ്യമായുള്ള സാധനങ്ങൾ ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 3 പച്ചമുളക്. പച്ചമുളകിൻ്റെ എണ്ണം നിങ്ങളുടെ എരിവിനനുസരിച്ച് എടുത്തോണം. നമ്മൾ വേറെ മുളക് പൊടിയൊന്നും ചേർക്കണില്ല. പച്ചമുളകിൻ്റെ എരിവ് മാത്രമേ നമ്മുടെ തോരനുള്ളൂ. പിന്നെ എടുത്തേക്കുന്നത് കുറച്ച് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 1/2 കപ്പോളം ഉണ്ടാകും. സവാളയ്ക്ക് പകരം ചെറിയ ഉള്ളി ചേർക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണമാണ് ഞാൻ സവാള ചേർത്തേക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില. നമുക്കിതെല്ലാം കൂടി നമ്മുടെ പാവയ്ക്കയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പാവയ്ക്കയും തേങ്ങയും ഉള്ളിയും മുളകും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. ഉപ്പ് വേണമെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ കടുക് വറുത്ത് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇപ്പം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചീനച്ചട്ടി ചൂടാക്കാൻ വയ്ക്കാം. ഇപ്പം എന്താ ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാനാണ് കൂടുതൽ നല്ലത്. എണ്ണ ഒന്ന് ചൂടായിട്ട് വരട്ടെ. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു 3/4 ടീസ്പൂണോളം ഉണ്ടാകും. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തോരനൊക്കെ വെക്കാൻ ഈ വെള്ള പാവയ്ക്ക എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. പച്ച കളറുള്ള പാവയ്ക്കാണെങ്കിൽ കുറച്ച് കയ്പ്പ് കൂടുതലായിരിക്കും. ഇതിന് അത്രയ്ക്ക് കയ്പ്പുണ്ടാകത്തില്ല. 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കാം. ഒത്തിരി വെള്ളം ഒഴിക്കണ്ട, അടി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ഒന്ന് തളിച്ച് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് തട്ടിപ്പൊത്തി വയ്ക്കാം. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിൽ വയ്ക്കാം. എന്നിട്ട് അടച്ചു വെച്ച് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി, അല്ലെങ്കിൽ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമ്മുടെ പാവയ്ക്ക നന്നായിട്ട് വെന്ത് വരട്ടെ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10-12 മിനിറ്റ് ആകും. വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. ഒരു 7-8 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ പാവയ്ക്ക ഒരു 3/4 ഭാഗത്തോളം വെന്തിട്ടുണ്ട്. ഇനി കുറച്ച് നേരം കൂടെ അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ അതാ ഒരു 8-10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 2-3 മിനിറ്റ് തുറന്ന് വെച്ച് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരണം. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ അപ്പോൾ തീ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കണത്. ഇപ്പോൾ അതാ നമ്മുടെ തോരൻ നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇതിന് നമുക്കൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ എന്താ നമ്മുടെ പാവയ്ക്ക തോരൻ ഞാനൊരു സെർവിങ് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ പാവയ്ക്കാത്തോരൻ. ഞാൻ ഇതിനു മുമ്പ് പാവയ്ക്ക തീയലും അതുപോലെ തന്നെ പാവയ്ക്ക മെഴുക്കുവരട്ടിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം, കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പം നമ്മുടെ നാടൻ പാവയ്ക്കാത്തോരൻ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.